ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഒരു ദിവസം ദോശ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ എനിക്ക് വന്നപ്പോൾ ഞാൻ പൊടിയൊക്കെ വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദോശ ഈസ് ലൈക്ക് മൈ ഫേവറേറ്റ് ഫുഡ്. എനിക്ക് എല്ലാ ദിവസവും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ അമ്മേനൊക്കെ വിളിച്ചൊഴിച്ച് സ്ക്രാച്ചിൽ നിന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തലേന്ന് ദോശയൊക്കെ അരച്ചു വെച്ചു. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയുണ്ടെങ്കിൽ അപ്പം ചായ കുടിക്കണം, എന്നാലേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ട് വൈബടിച്ചിരുന്നപ്പോഴാണ് ദോശ ഉണ്ടാക്കാൻ സമയം വൈകിയെന്ന് മനസ്സിലായത്. ഓൾറെഡി 1:30-2 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, എണീറ്റതേ 11:30-ക്കാണ്. അപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ ആണല്ലോ ആകെ ഉറങ്ങാൻ പറ്റിയത്. എത്രയോ മാസങ്ങൾക്ക് ശേഷം ഞാൻ കുറച്ചൊരു 8 hours ഉറങ്ങിയത് ഇപ്പോഴാണ്. സോ ദോശ മാവൊക്കെ കറക്റ്റ് സെറ്റായിരുന്നു. അപ്പം എൻ്റെ ഫ്ലാറ്റ് മേറ്റ്സിനും ദോശ കഴിക്കണം എന്നുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ മസാല ദോശയാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ആം മേക്കിംഗ് സംതിങ് ഫ്രം വെരി സ്ക്രാച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാൻ ദോശ പരത്തും, അല്ലാണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടേ ഇല്ല ഞാൻ. അങ്ങനെ ഞാൻ മസാല ഉണ്ടാക്കുന്നുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ മസാലയൊക്കെ അടിപൊളിയായിട്ട് വന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടാക്കിയ മസാല ആയതുകൊണ്ട് തന്നെ. ബട്ട് ഇറ്റ് വാസ് സൂപ്പർബ്. വട്ടത്തിലുള്ള സ്പൂൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എലിപ്റ്റിക്കൽ സ്പൂൺ വെച്ചാണ് പരത്തിയിട്ടുണ്ടായിരുന്നത്. സോ അത്ര സർക്കുലർ ആയിരുന്നില്ല, ബട്ട് തിന്നായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗീയിലാണ് ഉണ്ടാക്കിയത്. ആൻഡ് കുറച്ച് മസാല ഉണ്ടാക്കി, കുറച്ച് പൊടി ദോശ ഉണ്ടാക്കി. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് വാസ് സോ ഗുഡ്.